ഉത്സവം, പകരം ശാന്തി, പൂജ ഒക്കെ ആയിട്ട് ഒരു 4-5 ദിവസമായിട്ട് ഞാൻ നല്ല തിരക്കിലായിപ്പോയി. അതുകൊണ്ട് ഒരൊറ്റ വീഡിയോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും എനിക്ക് പറ്റിയില്ല. വീഡിയോ പക്ഷേ കുറേ ഞാൻ പിടിച്ചു. ഞാൻ സത്യം പറഞ്ഞാൽ വെളുപ്പിനെ ഏകദേശം ഒരു 4 മണിയാകുമ്പോഴത്തേനും ഇവിടുന്ന് പോകും. 5 മണിക്ക് അമ്പലം തുറക്കണം. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഒരു 1:30 മണിക്ക് തിരിച്ചെത്തും. അത് കഴിഞ്ഞിട്ട് വീണ്ടും വൈകിട്ട് 5 മണിക്ക് അമ്പലം തുറക്കണം. അപ്പൊ ഇവിടുന്ന് 4 മണിക്ക് പോയെങ്കിൽ 5 മണിയാകുമ്പോഴത്തേനും അവിടെ എത്തത്തുള്ളൂ. 5 മണിക്കല്ല, ഒരു 4:45 എത്തി എല്ലാം റെഡി ആയിട്ട് അമ്പലം 5 മണിക്ക് തുറക്കണം. ഇതിനിടയ്ക്ക് ഏകദേശം ഒരു 2-2.5 മണിക്കൂറേ എനിക്ക് കിട്ടുള്ളൂ. അപ്പൊ ഈ പിടിച്ച വീഡിയോകളൊന്നും എനിക്ക് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒന്നുമുള്ള സമയവും സൗകര്യവും ഒന്നും കിട്ടിയില്ല. ഞാൻ കുറെ ഉത്സവത്തിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എൻലെസ് ജേണി ബൈ ദീപുവിന്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉത്സവ വിശേഷങ്ങൾ മൊത്തത്തിൽ ഞാനൊന്ന് കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു ഏകദേശം ഇന്ന് ഒരു 2 എപ്പിസോഡ് 3 എപ്പിസോഡിനൊക്കെ ഉള്ളതുണ്ട് ഉത്സവത്തിന്റെ കാഴ്ചകൾ. പിന്നെ ഈ പറഞ്ഞതുപോലെ മൊത്തം ഒന്നും പിടിക്കാൻ പറ്റിയില്ല, കാരണം ഉത്സവത്തിന് നല്ല ജോലിയല്ലേ. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നേരെ ഉത്സവ വിശേഷങ്ങളിലോട്ട് പോവാം. ഇത് തെന്നിയൂർക്കോണം തോപ്പിൽ ഭഗവതി ക്ഷേത്രത്തിലാ ഇപ്പൊ ഇന്നത്തെ ഉത്സവം നടക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വർഷം എനിക്കൊന്നൊരു 5-6 അമ്പലം ഉണ്ട് ഉത്സവം തന്നെ ഉള്ളത്. പക്ഷെ ഞാൻ കുറേയൊക്കെ വിട്ടു. 5-6 അല്ല, അതിൽ കൂടുതലൊക്കെ വന്നതാണ്. പക്ഷെ കുറേ അമ്പലങ്ങളൊക്കെ ഞാനങ്ങ് വിട്ടു. ഇപ്പൊ ഇത് തോപ്പിൽ ശ്രീ ഭഗവതി ക്ഷേത്രം എന്ന് പറയും, തെന്നിയൂർക്കോണം. തെന്നിയൂർക്കോണം എന്ന് പറയുന്നത് നമ്മൾ മുക്കോല, അതായത് വിഴിഞ്ഞത്തിന് പോകുന്ന റൂട്ടാണ്. മുക്കോല വന്ന് റൈറ്റ് തിരിഞ്ഞ് പിന്നെ വരുമ്പോൾ തെന്നിയൂർക്കോണം എന്ന് പറയുന്ന സ്ഥലത്താണ് ശരിക്കും ഈ ക്ഷേത്രം ഉള്ളത്. അപ്പൊ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുള്ളതെന്ന് പറയാൻ, നമ്മൾ മെയിൻ റോഡിൽ നിന്ന് നമ്മൾ അകത്തോട്ട് ചെറിയൊരു ഇടവഴിയാണ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നിപ്പം ഫസ്റ്റ് ദിവസമാണ്. ഇന്നിപ്പോൾ 2 വീലറല്ല വന്നത്, ഞാനും അച്ഛനും കൂടെ വന്നത്. പിന്നെ കൂടെ വേറൊരാളൂടെ ഉണ്ട് സഹായിക്കാനായിട്ട്. ഞാനും അച്ഛനും വേറൊരാളും, അങ്ങനെ 3 പേരാ ഇന്നിപ്പോ ക്ഷേത്രത്തിൽ സഹായിക്കാനായിട്ടുള്ളത്. ഇന്ന് സത്യത്തിൽ ഉത്സവത്തിന്റെ ആരംഭമാണ്, തുടക്കമാണ് കേട്ടോ. ഈ വഴി കണ്ടില്ലേ, ഇത് ഭയങ്കര കൺജസ്റ്റഡ് ആണ്. നമ്മളിപ്പോൾ കാറും ഒക്കെ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ വേറൊരു വണ്ടി അല്ലെങ്കിൽ ഒരു സ്കൂട്ടർ ആയാൽ പോലും വന്നു കഴിഞ്ഞാൽ കുറേ ബുദ്ധിമുട്ടാണ് ഇതുവഴി വരാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് ഇന്ന് ഇപ്പം ജസ്റ്റ് ഞാൻ സ്കൂട്ടർ എടുത്തുകൊണ്ടാണ് വന്നത്. പക്ഷെ ഒരു വിഷയമുള്ളത്, ഇപ്പോഴത്തെ ചൂടുണ്ടല്ലോ നമുക്ക് സഹിക്കാൻ പറ്റാത്തത് കേട്ടോ. അപ്പോൾ മിക്കവാറും ഉച്ചയ്ക്ക് അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ അച്ഛൻ്റെ കണ്ടീഷൻ അനുസരിച്ചിരിക്കും വൈകിട്ട് കാറ് എടുക്കണോ വേണ്ടായോ എന്നറിയാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇത് ഇത്തിരി കൺജസ്റ്റഡ് ആണെങ്കിലും ഒരു കാറ് കയറി വരാനുള്ള വഴിയുണ്ട് സത്യത്തിൽ. പക്ഷേ വേറൊരു വണ്ടി വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നമേ ഉള്ളൂ. നമുക്ക് അവിടെ ചെന്നാലും നല്ല പാർക്കിംഗ് ആണ് കേട്ടോ. ഇതൊരു വിഷയം എന്ന് പറഞ്ഞാൽ, ആ റോഡിൽ നിന്ന് കയറി ഏകദേശം ഒരു 1/2 കിലോമീറ്ററേ ഉള്ളൂ കൺജസ്റ്റഡ് ആയിട്ടുള്ളത്. ഈ 1/2 കിലോമീറ്റർ കടന്നു കിട്ടിയാൽ പിന്നെ വിശാലമായ ഗ്രൗണ്ടും കാര്യങ്ങളും ഒക്കെ ആയിക്കൊണ്ട് നമുക്ക് പാർക്ക് ചെയ്യാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലം. എനിക്ക് തോന്നുന്നൊരു 10-20 വണ്ടിക്കൊക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കണ്ടില്ല, ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അലങ്കരിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. സത്യം ഇതേ നമ്മൾ ആദ്യം വന്ന അമ്പലം തോന്നത്തില്ല. നമ്മളിവിടെ പൂജയ്ക്ക് വരുമ്പോൾ ഉള്ള അമ്പലം തോന്നത്തില്ല. ഉത്സവത്തിന് വന്നു കഴിയുമ്പോഴത്തേക്കും എല്ലാവരും അതിന്റെ ആ ഒരു മുഖം തന്നെ മാറ്റി മറിച്ചിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ലൈറ്റ് അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ ഇട്ട് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പം മേപ്പോട്ട് കയറി നോക്കാം. അയ്യോ, ഇവിടെങ്ങും ആരെയും കാണാനില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് ആരും വന്നിട്ടില്ല, ഗേറ്റ് പൂട്ടിയിരിക്കുകയാണ്. അപ്പൊ എനിക്ക് തോന്നി താഴെ പോയി ഒന്നുകൂടെ ഒന്ന് വീഡിയോ എടുത്തോണ്ട് വരാമെന്ന് കേട്ടോ. ലൈറ്റിന്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് എടുത്തോണ്ട് വരാമെന്ന് വെച്ചിട്ട് ഞാൻ താഴോട്ട് ഇറങ്ങിയതാണ്. ഞാൻ കുറച്ച് നേരത്തെ എത്തി. 5 മണിക്ക് അമ്പലം തുറക്കണം എന്നാണ് ശരിക്കും നോട്ടീസിൽ എഴുതിയിരിക്കുന്നത്. 5 മണിക്കെന്ന് പറഞ്ഞാൽ ഒരു 5:15-5:30 ആയിട്ട് തുറന്നാലും മതി. പക്ഷെ ഒരു ചെറിയ വിഷയമുള്ളതെന്ന് പറഞ്ഞാൽ, ഞാനിവിടെ ഒരു 4:40 ആയപ്പോഴത്തേനും എത്തി. എൻ്റെ ഒരു കണക്കൂട്ടൽ എന്ന് പറഞ്ഞാൽ, ഗേറ്റ് തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തിടപ്പള്ളി കയറി അതാണ്ട് ഇവിടെയാണ് ഈ അന്നദാനമൊക്കെ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. ആ കണ്ടത് അന്നദാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് ദിവസവും. രാവിലെ കാപ്പിയുണ്ട്, ഉച്ചയ്ക്ക് ഊണ്, അന്നദാനമുണ്ട്. പിന്നെ അത് 2 ഉള്ളൂ കേട്ടോ. 4 മണിക്കത്തെ പരിപാടികളൊന്നും ഇല്ല. അപ്പൊ എൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗേറ്റ് തുറന്നിട്ടുണ്ടെങ്കിൽ നേരെ അകത്ത് കയറി തിടപ്പള്ളി തുറന്ന് നമുക്ക് ഗണപതി ഹോമക്കൂട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം എന്നൊക്കെ ഉദ്ദേശിച്ചായിരുന്നത്. അതുകൊണ്ട് അച്ഛനവിടെ ബോറടിച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കേട്ടോ. മിക്കവാറും അച്ഛൻ്റെ വായിരിക്കുന്ന മൊത്തം ഞാൻ കേൾക്കും ഇന്ന്. ഞാൻ അച്ഛനെ തെറുതി പിടിച്ച് വിളിച്ചോണ്ട് വന്നാ കേട്ടോ. അച്ഛൻ പറഞ്ഞതായടാ,
ഒരു 15 മിനിറ്റൂടെ താമസിച്ചിറങ്ങിയാൽ മതി, ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് അങ്ങ് എത്തിയാൽ മതി എന്ന് പറഞ്ഞതാണ്. പക്ഷെ എൻ്റെ നിർബന്ധത്തിന്റെ പുറത്താണ് ഞങ്ങൾ നേരത്തെ വന്നത്. കാരണം എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ചാലേ ഗണപതി ഹോമം ഉണ്ട്. ഇന്നിപ്പോ രാവിലെ ഗണപതി ഹോമം, അതായത് അഷ്ടദ്രവ്യ ഗണപതി ഹോമമായിട്ടാണ്. അപ്പം കുറെ ജോലി ഉണ്ടല്ലോ. അപ്പോൾ രാവിലെ വന്ന ഉടനെ ഗണപതി ഹോമം ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് മൃത്യുഞ്ജയ ഹോമം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഉഷപൂജ, അത് കഴിഞ്ഞ് ഉച്ചപൂജ, എല്ലാം കൂടെ ആവുമ്പോഴത്തേനും നല്ല ജോലിയാണ്. അപ്പൊ അത് കണക്കുകൂട്ടി രാവിലെ വന്നു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചാ വന്നത്. പക്ഷേ ഇവിടെ ഒന്നും ആരുമില്ല, ഗേറ്റും തുറന്നിട്ടില്ല. ഇത് സത്യത്തിലേ ഫ്രണ്ടിൽ മാത്രമൊന്നുമല്ല കേട്ടോ, ചുറ്റോടെ ചുറ്റും അടിപൊളിയായിട്ട് അലങ്കരിച്ച് വെച്ചേക്കുക അമ്പലം. ഇതിനകവും നല്ല സൂപ്പറായിട്ട് അലങ്കരിച്ചിരിക്കുക കേട്ടോ. തുറക്കട്ടെ, തുറന്നിട്ട് അകത്ത് കയറി നമുക്ക് കാണാം. ഇവിടെ ബാക്ക് സൈഡില് കുറെ ഉപദേവന്മാർ ഇരിപ്പുണ്ട് കേട്ടോ. ഏകദേശം ഒരു 7-8 ഉപദേവന്മാരുണ്ട്. സത്യത്തില് വന്നു കഴിഞ്ഞിട്ട് ഇനി ഇവിടെ എല്ലാം അഭിഷേകമുണ്ട്, മലർനിവേദ്യമുണ്ട്. ഇതെല്ലാം തുറന്ന് നിർമാല്യം മാറി അഭിഷേകം കഴിച്ച് മലർനിവേദ്യം ഒക്കെ കഴിച്ച് വരുമ്പോഴത്തേന് തന്നെ ഏകദേശം നല്ല സമയം എടുക്കും. എന്തായാലും ഞങ്ങൾ 3 പേരുണ്ടല്ലോ, അതുകൊണ്ട് ഈസി ആയിട്ട് പട്ടപ്പട്ടയെന്ന് തീർക്കാം ഓരോ കാര്യങ്ങൾ. ഞാൻ ഈ ഒരു സംഗതി ഉദ്ദേശിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് പിന്നെ നേരത്തെ വരാമെന്ന് വെച്ചത് ആദ്യത്തെ ദിവസം. അത് തന്നെയല്ല, ആദ്യത്തെ ദിവസം വേറൊരു ചെറിയ വിഷയമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം വന്നിട്ട് ഇവിടെ നടയെല്ലാം കഴുകിയിട്ട് വിളക്കും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് എടുത്ത് വെളിയിലിട്ടിരിക്കുക. ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നട തുറന്ന ഉടനെ ഇനി ഫസ്റ്റ് ഈ വിളക്കും കാര്യങ്ങളും എല്ലാം എടുത്ത് അകത്ത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് തൂക്കണം. ഈ സെറ്റ് ചെയ്ത് തൂക്കണം എന്ന് പറഞ്ഞാൽ നല്ല ആലങ്കാരികമായിട്ട് തന്നെ തൂക്കണം. കാരണം ഇല്ലെങ്കിൽ ഉത്സവമല്ലേ, ഒരു ഭംഗി കാണത്തില്ല. ഉത്സവത്തിനാകുമ്പോൾ നമുക്ക് കുറച്ച് നല്ല നല്ല ആലങ്കാരികമായിട്ട് നല്ല ഭംഗിയായിട്ട് ദേവിയൊക്കെ ഒരുക്കി വെക്കണ്ടേ. ദേവിയും 2 ദേവിമാരാണ് ഇവിടെ ഉള്ളത്. ഒന്ന് പ്രധാനമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഭദ്രകാളിയും ദുർഗാ ഭഗവതിയും. ഞാനിത് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഈ ക്ഷേത്രം കാണിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് ഈ ക്ഷേത്രത്തിന്റെ ഒരു ലെവൽ ഇങ്ങനെ അല്ലായിരുന്നു. ഇന്നിപ്പോ ഉത്സവമൊക്കെ ആയിക്കൊണ്ട് കംപ്ലീറ്റ് ചുറ്റുമതിലും കാര്യങ്ങളും ഒക്കെ ഇവര് കണ്ടില്ലേ, പാട്ടമ്പലമൊക്കെ ഇങ്ങനെ മറച്ചിട്ടിട്ടുണ്ട്, കർട്ടനൊക്കെ ഇട്ട് മറച്ച് അവിടെ ഷീറ്റും ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇത് ഗണപതി നടയാ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും പിന്നെ കൊലവാഴയൊക്കെ കെട്ടി അലങ്കരിച്ചെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, അച്ഛന് ഗണപതി ഹോമത്തിനൊക്കെ എല്ലാം ഒരുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അച്ഛനാ ഗണപതി ഹോമത്തിന്, അതായത് ഞാൻ വന്ന ഉടനെ അഭിഷേകത്തിന് അങ്ങ് കയറി. അഭിഷേകവും മലർനിവേദ്യവും ഒക്കെ ഉണ്ട്. കാരണം അഭിഷേകം തന്നെ കുറെ ജോലിയുണ്ട്. ആദ്യമേ ഈ വിളക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ അഭിഷേകം കഴിക്കുക എന്ന് പറയുമ്പം കുറെ നേരം എടുക്കും. ഇപ്പൊ ഏകദേശം 7:15 മണിയായി. അപ്പൊ കണ്ടില്ലേ, ദേവിക്ക് 2 പട്ടുസാരി നേർച്ചയായിട്ട് വന്നതാ കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. അത് കണ്ടപ്പോ അതൊന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പൊ ഇനി ഈ സാരിയൊക്കെ ഉടുപ്പിച്ച് വേണം ദേവിയെ ഭംഗിയായിട്ട് അലങ്കരിച്ച് വെക്കാൻ. എന്തായാലും വിഗ്രഹം ഷൂട്ട് ചെയ്യുന്നത് തെറ്റാണ്, അത് ഞാൻ എടുക്കുന്നില്ല. അയ്യോ, ഇവിടെയാണ് പ്രസാദമൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥലം. അതിനു വേണ്ടിയിട്ട് ഞങ്ങളെ താൽക്കാലികമായിട്ട് അറേഞ്ച് ചെയ്തതാണ്. എന്ന് പറഞ്ഞാൽ പ്രസാദം കൊടുക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല. ഉത്സവം ആയതുകൊണ്ട് നമ്മളൊരു മേശയൊക്കെ പിടിച്ചിട്ടിട്ട് അതിന് പ്രത്യേകമായിട്ട് അറേഞ്ച് ചെയ്തതാണ്. അങ്ങനെ ഞാൻ അഭിഷേകവും മലർനിവേദ്യവും ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഏകദേശം ഗണപതി ഹോമം അങ്ങ് തീർത്തു. അടുത്തത് മൃത്യുഞ്ജയ ഹോമമാണ്. അങ്ങനെ ഇത് കുറേ സമയം എടുത്തു കേട്ടോ. മൃത്യുഞ്ജയ പത്മമൊക്കെ ഇട്ട് പിന്നെ ഹോമാചാരമൊക്കെ നടത്തി അങ്ങനെ കുറേ നേരം എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ ഗണപതി ഹോമം കഴിഞ്ഞിട്ട് നേരെ മൃത്യുഞ്ജയ ഹോമത്തിനങ്ങിരുന്നു. പ്രസാദം കൊടുക്കും കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ട് മറ്റേ അദ്ദേഹം നിന്നോളൂ. അച്ഛന് ഇങ്ങനെ എന്നെ സഹായിക്കാനായിട്ട് പരികർമ്മം പരിപാടിയായിട്ട് ഇങ്ങനെ നടക്കുക. അച്ഛനെ മൃത്യുഞ്ജയത്തിന് ഇരിക്കാൻ ഞാൻ പറഞ്ഞതാണ്, പക്ഷെ അച്ഛനെ കാല് വയ്യ കേട്ടോ. കുറെ നേരം അച്ഛന് ഇരുന്നേ ചെയ്യാനുള്ള നിർവാഹമില്ല. ഗണപതി ഹോമം മൃത്യുഞ്ജയവും എല്ലാം ഞാൻ തന്നെ ചെയ്തത്. അച്ഛനെ ഇരിക്കാൻ വയ്യ എന്ന് പറഞ്ഞു. അച്ഛനെ ഈ നടന്നുള്ള പണികളൊക്കെ ആണെങ്കിൽ അത്രയും വലിയ റിസ്ക് ഇല്ല കേട്ടോ. അച്ഛനെ ഇരുന്ന് കുറേ നേരം ഇരുന്നുള്ള പരിപാടികൾ അച്ഛനെ കൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടായി. ഇപ്പം പ്രായമായി വരികയല്ലേ. അതുകൊണ്ട് ഞാൻ തന്നെ ഗണപതി ഹോമത്തിനും മൃത്യുഞ്ജയ ഹോമത്തിനും എല്ലാം അങ്ങിരുന്നു. ഈ മൃത്യുഞ്ജയ ഹോമം കൂടെ കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് ഉഷപൂജയ്ക്ക് കയറാനായിട്ട്. ഇപ്പൊ സത്യത്തിൽ സമയം ഏകദേശം 8:30 മണിയായി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ഉഷപൂജ നമ്മൾ ശരിക്കും 7 മണിക്ക് 7-7:30 ഉഷപൂജ തീരേണ്ടതാണ്. ശരിക്കും നമ്മളല്ല താമസിച്ചത്, ഇവിടെ നമ്മൾ ഗേറ്റ് തുറക്കാൻ താമസിച്ചുകൊണ്ടാണ് ശരിക്കും ഇത്രയും റിസ്ക് ആയിപ്പോയത് കേട്ടോ. ഇല്ലെങ്കിൽ ഇത് കുറേ നേരത്തെ പരിപാടികളൊക്കെ തീർന്നേനെ. നമുക്ക് മൃത്യുഞ്ജയ ഹോമത്തിൻ്റെ ഒരു ക്രമം എന്ന് പറഞ്ഞാൽ വള്ളിമൊട്ട എള്ള് കറുക പാലെന്നുള്ള ക്രമത്തിലാണ് നമ്മൾ ഹോമിക്കുന്നത്.
അപ്പോൾ ഇതെല്ലാം ഇനി ഹോമിച്ച് തീർന്നിട്ട് ഇതിനെയും വേറെ വലിയൊരു ജോലിയുണ്ട് കേട്ടോ. കളഭം ചാർത്തുണ്ട്, 2 ദേവിമാർക്കും ചന്ദനം ചാർത്തുണ്ട്. അപ്പോൾ അതുകൂടെ ആകുമ്പോഴത്തേക്കും ഏകദേശമൊക്കെ ഇന്ന് മിക്കവാറും ഒരു 3 മണിയാകും വീട്ടിൽ പോകാനായിട്ട്. പക്ഷെ നാളെ തൊട്ടേ കുറച്ചുകൂടെ സ്പീഡപ്പ് ആകും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ഇന്ന് ഏകദേശമൊക്കെ ഒരു റുട്ടീനായിട്ട് വന്നില്ലേ, കണ്ടില്ലേ? ഇത് എള്ള്, വള്ളി, മുട്ട, എള്ള്, അതായത് അമൃതവള്ളി, വേരാൽമുട്ട, പിന്നെ എള്ള്, കറുക, പാല്, ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും മൃത്യുഞ്ജയ ഹോമത്തിന് വേണുന്നത്. പിന്നെ മഹാമൃത്യുഞ്ജയമായിട്ടൊക്കെ കഴിക്കാനൊന്നും നമുക്കിപ്പം ഇപ്പോൾ ഉത്സവ സമയത്ത് നമുക്ക് പറ്റത്തില്ല. അല്ലാതെ എന്തെങ്കിലും പരിഹാരക്രിയകളൊക്കെ വരുമ്പോഴേ മഹാമൃത്യുഞ്ജയ ഹോമമായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ എൻലെസ് ജേണി ബൈ ദീപുവിന്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ ചേർത്തുന്നു. എല്ലാവർക്കും ബൈ.